വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറിക്കാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ മുറുക്കുണ്ടാക്കിക്കൊള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി, വെറും 10 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ ചെയ്യാം. ഇതുണ്ടല്ലേ കറുമുറ എന്നുള്ള സൗണ്ട്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മുടെ പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 കപ്പോളം പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം. നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത ഉഴുന്നിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് 1 ടീസ്പൂണോളം എള്ളും ഒരു 1/2 ടീസ്പൂണോളം ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് 1 ടേബിൾ സ്പൂണോളം വെണ്ണയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ആ വെണ്ണ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. വെണ്ണ എത്രത്തോളം ചേരുന്നോ അത്രത്തോളം നമ്മുടെ മുറുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് നന്നായി കുഴച്ചെടുക്കുക. അധികം സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇതെങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി അങ്ങനെ ഇട്ടിട്ട് ഒന്നും കൂടി അതിനുള്ളിലേക്ക് ആക്കി ഞാൻ കുഴച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. ബട്ടർ ജസ്റ്റ് പുറത്തു കൂടി നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുറുക്കിന് വേണ്ടിയിട്ട് ഈ ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വരെ സ്റ്റാറിൻ്റെ ഷേപ്പുള്ള ചില്ല് വേണമെങ്കിലും എടുക്കാം. ഇനി എണ്ണ ചൂടാകാൻ വെച്ച് നമ്മുടെ സേവനായിൽ ചില്ല് ഇട്ട് മുറുക്കി ഇതേപോലെ മാവിട്ട് കൊടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആവുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വീഴാത്ത വിധത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിച്ചിടുക. ഞാൻ ഇതിനെ പൊട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ ഭാഗവും ഒരുമാതിരി വേവാൻ വേണ്ടിയിട്ട്. നിറയെ എണ്ണയും നല്ല വലിയ ചീനിച്ചട്ടിക്കാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മുറിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല. സൗണ്ടൊക്കെ നിന്ന് ഒരുവിധം ആ കളകളാന്നുള്ള സൗണ്ടൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ മുറുക്കെടുക്കാം. അധികം സമയമൊന്നും എടുക്കില്ല. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ കറുമുറ മുറുക്ക്. പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഈ മുറുക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.